ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ വരണാധികാരിക്ക് മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ജില്ലയിലെ 71 ഗ്രാമപഞ്ചായത്തുകളിലെയും 11 ബ്ലോക്ക് പഞ്ചായത്തുകളിലെയും 8 നഗരസഭകളിലെയും കണ്ണൂർ കോർപ്പറേഷൻ്റെയും ജില്ലാ പഞ്ചായത്തിലെയും അംഗങ്ങളാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മുനിസിപ്പൽ കൗൺസിലുകളിലെയും കോർപ്പറേഷനുകളിലെയും ചെയർപേഴ്സൺ മേയർ തെരഞ്ഞെടുപ്പ് ഡിസംബർ 26 രാവിലെ 10:30 ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം 2:30 നടക്കും. ജില്ലാ പഞ്ചായത്തിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 27 രാവിലെ 10:30 വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം 2:30 കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മീറ്റിംഗ് ഹാളിൽ നടക്കുമെന്ന് സെക്രട്ടറി അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഡിസംബർ 27 രാവിലെ 10:30 വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം 2:30 നടക്കും. പഞ്ചായത്ത്, ബ്ലോക്ക്, നഗരസഭ, കോർപ്പറേഷൻ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ അതാത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങാണ് ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മാട്ടൂൽ ഡിവിഷനിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന അംഗം SKP സക്കറിയയ്ക്ക് വരണാധികാരിയായ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ഡിവിഷൻ ക്രമനമ്പർ അനുസരിച്ചുള്ള അംഗങ്ങൾക്ക് SKP സക്കറിയ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ബിനോയ് കുര്യൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയശങ്ക കൂടാതെ അമതിയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസിച്ചോടും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും MV ഷിമ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ചടങ്ങിൽ ഡോക്ടർ B. ശിവദാസൻ MP, KV സുമേഷ് MLA, മുൻ മന്ത്രി EP ജയരാജൻ, മുൻ MP KK രാഗേഷ്, മുൻ MLA MP ജയരാജൻ, സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ M. ഷാജർ, മുൻ ഭരണസമിതി അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ആദ്യ ഭരണസമിതി യോഗവും ചേർന്നു. സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ ആദ്യ യോഗം ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി ഹാളിൽ ചേർന്നു. ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത SKP സക്കറിയ അധ്യക്ഷനായി. കതിരൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് 2025-30 കാലയളവിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നു. കതിരൂർ ഗ്രാമപഞ്ചായത്തിന് സമീപത്ത് നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ റിട്ടേണിംഗ് ഓഫീസറും സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറുമായ പ്രജിത്ത് ഭാസ്കർ 13-ാം വാർഡായ പൊന്നം സ്രാമ്പിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന അംഗം M. നളിനിക്ക് ആദ്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മറ്റ് 19 പേർക്കും M. നളിനി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കടമ്പൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മുതിർന്ന അംഗമായ PK ദിനേശ് ബാബുവിനാണ് റിട്ടേണിംഗ് ഓഫീസർ ആദ്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. തുടർന്ന് PK ദിനേശ് ബാബുവിന്റെ മുമ്പാകെ മറ്റംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചടങ്ങിൽ EK അശോകൻ, സനൽ കാടാച്ചിറ എന്നിവർ സംസാരിച്ചു. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുൾപ്പെടെ നിരവധി പേർ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തിയിരുന്നു. പഞ്ചായത്ത് ഓഫീസിന് സമീപം സജ്ജമാക്കിയ പ്രത്യേക വേദിയിൽ വെച്ചായിരുന്നു ചടങ്ങുകൾ നടന്നത്. പാട്യം പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ കൊട്ടയോടിയിൽ നടന്നു. ആദ്യം ഭരണാധികാരി പ്രീത മുതിർന്ന അംഗമായ KP പ്രദീപ് കുമാറിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് പ്രദീപ് കുമാർ വാർഡ് ക്രമത്തിൽ മറ്റ് അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കീഴല്ലൂർ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടന്നു. ആദ്യം ഭരണാധികാരി മുതിർന്ന അംഗമായ VV വനജാക്ഷിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് വനജാക്ഷി മറ്റ് അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് വനജാക്ഷിയുടെ അധ്യക്ഷതയിൽ ആദ്യ ഭരണസമിതി യോഗം ചേർന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്.